ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ആകാശത്തേക്ക് നോക്കിക്കാണുന്ന നക്ഷത്രങ്ങളും നമ്മൾ ഭൂമിയിൽ വെക്കുന്ന ഓരോ കാലടിയും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ ഒരു കിടിലൻ കഥയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. UAEയുടെ ചൊവ്വയിലേക്കുള്ള നടത്തം. കേൾക്കുമ്പോൾ തന്നെ ഒരു അത്ഭുതം തോന്നില്ല. കായികക്ഷമതയും ബഹിരാകാശ പരിവേഷണവുമൊക്കെ ഒരുമിച്ച് വരുന്ന ഒരു അടിപൊളി യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരെ ഒരു വലിയ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ? ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്ക് നടന്നു പോകാൻ പറ്റുമോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ഇത് നടക്കാത്ത കാര്യമാണെന്ന് തോന്നും. പക്ഷേ അസാധ്യമെന്ന് തോന്നുന്ന ഈ ഒരു ചോദ്യത്തിലാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഈ സംരംഭത്തിൻ്റെ എല്ലാം ഒരു കാതലിരിക്കുന്നത്. അപ്പോൾ ഈ കഥയുടെയൊക്കെ ഒരു പശ്ചാത്തലം എന്താണെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം തുടക്കം UAEയുടെ ബഹിരാകാശ പര്യവേഷണത്തിലുള്ള വലിയ വലിയ സ്വപ്നങ്ങളിൽ നിന്നാണ്. നക്ഷത്രങ്ങളിലേക്ക് എത്താനുള്ള അവരുടെ ആ ഒരു കാഴ്ചപ്പാടാണ് എല്ലാത്തിനും പിന്നിൽ. നിങ്ങൾക്കറിയാമോ, UAE ബഹിരാകാശ രംഗത്ത് അത്ര ചെറിയ കളിക്കാരൊന്നുമല്ല. അവർ ഇതിനകം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 2020 ചൊവ്വയിലേക്ക് അയച്ച ആ ഹോപ്പ് പ്രോബ് ഓർമ്മയില്ലേ? അതുപോലെ തന്നെ ചന്ദ്രനിലേക്കുള്ള മിഷനുകൾ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ പ്ലാനിലുണ്ട്. അപ്പോൾ ഇത് വെറും വാക്കുകളല്ല, പ്രവൃത്തിയിലൂടെ അവർ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ആഗ്രഹമാണ്. പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഒരു രാജ്യം ബഹിരാകാശത്തേക്ക് പേടകം അയക്കുന്നതും വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്നതുമൊക്കെ എങ്ങനെയാണ് സാധാരണക്കാരായ നമ്മളെപ്പോലുള്ളവരുടെ ജീവിതത്തെ ബാധിക്കുക? അതായത് ആകാശത്തെ ആ വലിയ ലക്ഷ്യങ്ങളെ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിലെ സമൂഹവുമായി ബന്ധിപ്പിക്കാൻ പറ്റുന്നത്? ആഹാ, ഇവിടെയാണ് കേട്ടോ ഈ ഐഡിയ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ആ ചോദ്യത്തിനുള്ള ഒരു കിടിലൻ ഉത്തരമാണ് വാക്ക് ടു മാർസ് എന്ന ഈ ഒരു സംരംഭം. ഇതിൻ്റെ ആശയം വളരെ ലളിതമാണ് കേട്ടോ. രാജ്യത്തുള്ളവരും അവിടേക്ക് വരുന്നവരുമെല്ലാം എല്ലാവരും ഒരുമിച്ച് നടക്കുക. എന്നിട്ട് ഓരോരുത്തരുടെയും ചുവടുകൾ കൂട്ടിക്കൂട്ടി വെച്ച് ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്കുള്ള അത്രയും ദൂരം വിർച്വലായിട്ട്, അതായത് ശരിക്കുമല്ല കണക്കുകളിൽ പൂർത്തിയാക്കുക. ഇതൊരു ചാലഞ്ചാണെങ്കിലും ഇതിന് പിന്നിലെ ആ ഒരു ഇൻസ്പിറേഷൻ അത് വളരെ വലുതാണ്. അപ്പോൾ എന്താണ് ഈ വാക്ക് ടു മാർസ് എന്ന് നമുക്ക് കുറച്ചുകൂടി അടുത്തു നോക്കാം. ഇതൊരു ഫിറ്റ്നസ് ചലഞ്ച് മാത്രമായി കാണരുത്. സത്യത്തിൽ കായികക്ഷമതയും എക്സ്പ്ലോറേഷനും, അതായത് പര്യവേക്ഷണവും എല്ലാം ചേർന്നുള്ള ഒരു യാത്രയാണിത്. വെറുതെ നടക്കുക എന്നതിലുപരി ഇതിന് പിന്നിൽ പല പല ലക്ഷ്യങ്ങളുണ്ട്. പ്രധാനമായും 4 ലക്ഷ്യങ്ങളാണിതിനുള്ളത്. ഒന്നാമതായി, എല്ലാ പ്രായത്തിലുമുള്ള ആളുകളുടെ ഇടയിൽ ആരോഗ്യവും ഫിറ്റ്നസ്സുമൊക്കെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ UAEയുടെ ബഹിരാകാശ ദൗത്യങ്ങളെപ്പറ്റി സാധാരണക്കാർക്ക് ഒരു ധാരണയുണ്ടാക്കുക. അടുത്തത്, 2026 നടക്കാൻ പോകുന്ന മാസ്റ്റേഴ്സ് ഗെയിംസിൽ പങ്കെടുക്കാൻ ആളുകൾക്ക് ഒരു പ്രചോദനം നൽകുക. അവസാനമായി, എല്ലാവരും ഒരുമിച്ച് ഒരു ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാവുന്ന ആ ഒരു ഒത്തൊരുമ, ആ ഒരു കമ്മ്യൂണിറ്റി സ്പിരിറ്റ് വളർത്തിയെടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത്, ഇതൊരു ഫിറ്റ്നസ് ചലഞ്ച് മാത്രമല്ല എന്ന്. ഇത് അതിനൊക്കെ ഒരുപാട് മുകളിലാണ്. സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ആരോഗ്യം, പിന്നെ സയൻസിനോടുള്ള ഒരു ആകാംക്ഷ, ഇതൊക്കെ ആളുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന ഒരു വലിയ യാത്രയാണിത്. നമ്മൾ വയ്ക്കുന്ന ഓരോ കാലടിയും ഈ വലിയ ലക്ഷ്യങ്ങളിലേക്കുള്ള ഒരു ചുവടാണ്. ഇനി നമുക്ക് 2026 എന്ന വർഷത്തിലേക്ക് വരാം. ഈ വാക്ക് ടു മാർസ് ചാലഞ്ചിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു വലിയ സ്പോർട്സ് ഇവന്റുമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അത് വേൾഡ് മാസ്റ്റേഴ്സ് ഗെയിംസ് ആണ്. അങ്ങനെ ഒരു ഇവന്റുമായി ഇതിനെ കണക്ട് ചെയ്യുമ്പോൾ ഈ യാത്രയ്ക്ക് ഒരു കൃത്യമായ ലക്ഷ്യവും ഒരു സമയപരിധിയുമൊക്കെ വരുന്നു, അല്ലേ? ഇവിടെ ശരിക്കും 2 വലിയ ആശയങ്ങളാണ് ഒരുമിച്ച് വരുന്നത്. ഒരു വശത്ത് UAEയുടെ ഹോപ്പ് പ്രോബ്, അതവരുടെ സയൻസിനോടുള്ള ആഗ്രഹങ്ങളെയും മുന്നേറ്റങ്ങളെയും കാണിക്കുന്നു. മറുവശത്ത് 2026 വേൾഡ് മാസ്റ്റേഴ്സ് ഗെയിംസ്, അത് ഫിറ്റ്നസിനും പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തിനുമുള്ള അവരുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. അപ്പോൾ സയൻസും മനുഷ്യനും രണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ 2026 വരെയുള്ള ഈ യാത്ര എങ്ങനെയായിരിക്കുമെന്ന് നോക്കിയാലോ? സിമ്പിളാണ്. സ്റ്റെപ്പ് 1, ചാലഞ്ച് ലോഞ്ച് ചെയ്യുന്നു. സ്റ്റെപ്പ് 2, എല്ലാവരുടെയും ചുവടുകൾ ഡിജിറ്റലായിട്ട് ട്രാക്ക് ചെയ്യുന്നു. സ്റ്റെപ്പ് 3, എല്ലാവരും കൂടി വെർച്വലായിട്ട് ചൊവ്വയിലെത്തുന്നു. പിന്നെ 4ാമത്തെ സ്റ്റെപ്പ്, 2026 ഗെയിംസിൽ വെച്ച് ഈ വലിയ നേട്ടം എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്നു. എങ്ങനെയുണ്ട്? വളരെ കൃത്യമായൊരു പ്ലാൻ അല്ലേ? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ ചുവടിനും വിലയുണ്ട്. നിങ്ങൾ വയ്ക്കുന്ന, ഞാൻ വയ്ക്കുന്ന, ഓരോ വ്യക്തിയും വയ്ക്കുന്ന ഓരോ കാലടിക്കും പ്രാധാന്യമുണ്ട്. ഒരുമിച്ച് നിന്നാൽ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ പോലും എങ്ങനെ നേടിയെടുക്കാം എന്നതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണിത്. ഓരോ ചെറിയ പരിശ്രമവും അവസാനം ഒരു വലിയ വിജയമായി മാറുന്നു. മരുഭൂമിയിലെ മണൽത്തരികളിൽ നിന്ന് ചുവന്ന ഗ്രഹത്തിലേക്ക് ഓരോ ചുവടും വിലപ്പെട്ടതാണെന്ന് UAE തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരൊറ്റ വാചകത്തിൽ ഈ സംരംഭത്തിൻ്റെ മുഴുവൻ ആശയം അടങ്ങിയിട്ടുണ്ട്. എന്തൊരു ശക്തമായൊരു സന്ദേശമാണെന്ന് നോക്കൂ. UAE ഒഫീഷ്യൽസ് പറയുന്നൊരു വാചകം കൂടി കേൾക്കൂ. ഫിസിക്കൽ ആക്ടിവിറ്റി, ഒത്തൊരുമ, പിന്നെ വലിയ ലക്ഷ്യങ്ങൾ.
ഇവ മൂന്നും ചേർന്നാൽ മനുഷ്യരാശിയെ പുതിയ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഈ സംരംഭത്തിന്റെ പിന്നിലുള്ള ആ ഒരു വിഷൻ, ആ ഒരു കാഴ്ചപ്പാട് ഈ വാക്കുകളിൽ എത്ര വ്യക്തമാണല്ലേ? അപ്പോൾ ഈ കഥ കേട്ട് കഴിയുമ്പോൾ ഒരു ചോദ്യം ബാക്കിയാണ്. നിങ്ങളുടെ അടുത്ത ചുവടിൽ നിന്ന് തുടങ്ങാൻ പോകുന്ന യാത്ര ഏതായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം നമ്മൾ വയ്ക്കുന്ന ഓരോ ചെറിയ ചുവടും ഒരുപക്ഷെ ഒരു വലിയ യാത്രയുടെ തുടക്കമായിരിക്കാം. ആരറിയുന്നു, അല്ലേ?